ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. ലൈക്കും കമൻറ്റും ചെയ്യാൻ ആരും മറന്നു പോകരുത്. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ അതാ തലേന്ന് രാത്രി തന്നെ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടേനി കേട്ടോ, രാവിലെ അപ്പം ചൂടാനും വേണ്ടിയിട്ട്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളിങ്ങനെ ആലോചിക്കും നാളെ ഇപ്പം എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിക്കാരല്ലേ, എന്തുണ്ടാക്കണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കും. പക്ഷേ തലേ ദിവസം തന്നെ നമ്മൾ അതൊക്കെ ചിന്തിച്ചിട്ട് വേണം കിടക്കാൻ സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പം എന്തപ്പം ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ച് വെറുതെ അങ്ങനെ സമയം പോകും. അപ്പോൾ അപ്പത്തിനുള്ള മാവ് കൂട്ടാനും വേണ്ടി അരി ജാറിലിട്ടുകാണ്ട് മിക്സി ഭയങ്കര കറക്കലാണ്. അപ്പോഴാണ് ഓർമ്മ വന്നത് വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുള്ളത്. വെള്ളം ഒഴിക്കാൻ മറന്നു പോയിക്കണ്. പിന്നെ രണ്ടാമത് അടപ്പ് തുറന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം നരച്ചു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഭയങ്കര മറവിയാണ് കേട്ടോ. കാരണം നമ്മൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണ് ഓരോ പണികൾ എടുക്കുക. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ അങ്ങനെ മറന്നു പോകും. ഇവിടെ എല്ലാവർക്കും ഈ ഒരപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആ ചൂടുള്ള ചട്ടിക്ക് ആ മാവ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒച്ച ഉണ്ടല്ലോ, അത് കേൾക്കാനൊരു പ്രത്യേക രസമാണ് അല്ലേ. ഇനിയിപ്പോൾ ഇതിക്ക് കറി ഇല്ലെങ്കിലും ആ ചൂട് കൊടുക്കാൻ, ആ ചട്ടിയിൽ നിന്ന് വാങ്ങണ ആ ചൂട് കൊടുക്കണ തിന്നാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. നല്ല മധുരമുള്ള കട്ടൻ ചായയും കൂട്ടിങ്ങാണ്ട്. പിന്നെ അതുമല്ല ഈ അപ്പം ഈ ചട്ടിയിൽ കടന്നുകാണ്ട് നമ്മൾ നല്ലോണം മുരിച്ചെടുക്കുമല്ലോ, നല്ല പോലെ മുരിഞ്ഞ് കിട്ടുമല്ലോ. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓല് ഈ അപ്പം ഞാൻ ചുടൽ തുടങ്ങിയ അപ്പം തുടങ്ങും എനിക്ക് അങ്ങനത്തെ അപ്പം ഉണ്ടാക്കി തരുന്നു. അപ്പോൾ ലാസ്റ്റ് വെച്ചുങ്ങാണ്ട് രണ്ടെണ്ണം അങ്ങനെ മുരിച്ചു കൊടുക്കും. അപ്പത്തേക്ക് കറിയായിട്ട് ചട്ടിനിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചുമന്ന ചട്ടിനിയാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചുമന്ന ചട്ടിനി. അപ്പോൾ ചുമന്ന മുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടും, അല്ലെങ്കിൽ മുളകും പൊടി ഇട്ടുകാണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പം ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ തന്നെ കൂട്ടാനുള്ളതും അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരിക്കുള്ളത് 2 കയ്പം കണ്ടേനി, അതാണ് ഉപ്പേരി വെക്കണത്. അപ്പോൾ ഒന്നും ഉണ്ട് കേട്ടോ നമ്മളെ പറമ്പിൽ തേങ്ങ ഇടണോല്. അപ്പോൾ ഓൽക്ക് ചായയും കടിയൊക്കെ കൊണ്ടേ കൊടുക്കണം. അപ്പോത്തിന് ഒരുവിധം പണിയൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ. മുനി 9 മണി വരെ അവിടെ പറമ്പിലുണ്ടേനി കേട്ടോ. പിന്നെ ട്രിപ്പ് ഉണ്ട് പറഞ്ഞ് പോയി. ഇനി ചായയൊക്കെ കൊണ്ട് എനിക്ക് പോകണം. കുറച്ച് നേരം ഓലപ്പൊന്ന് കൂട്ടിയിട്ട് കൊടുക്കാൻ, പൊറുക്കിങ്ങാണ്ട് കൂട്ടിയിട്ട് കൊടുക്കാനൊന്ന് കൂട്ടി കൊടുക്കണം. ഏറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് വേറെ ആളുണ്ട്. കയ്പങ്ങയ്ക്ക് ഞാൻ കുറച്ചധികം സവാള ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ വെച്ചാൽ കയ്പ് അധികം ഉണ്ടാവില്ല നമ്മൾ ഉപ്പേരി വെക്കുമ്പം. പിന്നെ കുറച്ച് ബത്തൾ മീൻ ഉണ്ടേനി, അപ്പോൾ അത് നല്ലോണം ഫ്രീസായിട്ടുണ്ട്. ഇനി അത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ, അടിച്ചു വരലും തുടക്കലും അങ്ങനെ. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കൂട്ടാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് ഉമ്മ വെച്ചോളും. അപ്പോൾ അതാ പണിക്കാർക്കുള്ള ചായയൊക്കെ കൊണ്ടുപോവുകയാണ് കേട്ടോ. പൊറാട്ടയും ചായയൊക്കെ ഞാൻ അങ്ങാടി പോയി വാങ്ങി ചായ ഇവിടെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ നമ്മളെ പറമ്പല്ല കേട്ടോ, ഇതിൻ്റെ മുന്നേ നമ്മളെ പറമ്പ് എന്ന് പറഞ്ഞു. നമ്മളെ പറമ്പല്ല, നമ്മൾ ഇങ്ങനെ ഒരാളെ അടുത്തുനിന്ന് പാട്ടത്തിന് വാങ്ങിയ സ്ഥലമാണ്. അവിടുത്തെ തെങ്ങും കവുങ്ങൊക്കെ നോക്കാനും വേണ്ടിയിട്ട്
പാട്ടത്തിന് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിക്കണമല്ലേ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ അങ്ങനെയാണ് പറയൽ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പുഴയിലൊക്കെ പറ്റ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മഴ പെയ്യണം, എന്നാലേ ഇപ്പോൾ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പം ഈ പുഴ കടന്ന് അപ്പുറത്തെത്തണം കേട്ടോ. അവിടെയാണ് തേങ്ങ ഇടുന്നത്. ഇനിയിപ്പോൾ തേങ്ങയൊക്കെ പൊറുക്കിങ്ങാണ്ട് പുഴേൻ്റെ അക്കരയൊക്കെ കൊണ്ടുവരണം കേട്ടോ. ആ റോഡിൻ്റെ സൈഡിനായിട്ട് അവിടെ പൊളിക്കണോലുണ്ട്. നമ്മൾ തേങ്ങ ഇട്ടാൽ അപ്പം തന്നെ പൊളിച്ചുങ്ങാണ്ട് കടയിൽ കൊണ്ടുപോയി കൊടുക്കലാണ്. അവിടെ പോകാ തേങ്ങ ഏറ്റിയിടലും പൊളിക്കലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പൊളിക്കാൻ ഒരാളുണ്ടേനി. ഇനി ഓലെന്നെ അത് കടയിൽ കൊണ്ടുപോയി കൊടുത്തോളൂ. ഓല് എണ്ണിങ്ങാണ്ടത് ചാക്കൊക്കെ ഇടുകയാണ്. 11:30 ആയപ്പോത്തിന് തന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് പോന്ന് പെരിയിലെത്തി. തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇന്നിപ്പോൾ അപ്പങ്കാപ്പക്ക് പോകണം. കുറച്ച് അധികം ഉണ്ട് കേട്ടോ അടിച്ചത് കൊണ്ടുപോയി കൊടുക്കാൻ. അപ്പം അങ്ങോട്ട് പോകണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറുന്നതാണ്. അപ്പോൾ ചോറുക്ക് ഇതാ നല്ല കയ്പ്പങ്ങ ഉപ്പേരി വെച്ചതുണ്ട്. കയ്പ്പങ്ങ തോരൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടുങ്ങാണ്ട്, തേങ്ങ ചതച്ചിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇട്ടതാണ്. അപ്പോൾ കയ്പ്പങ്ങ ഉപ്പേരിയും മീൻ വറുത്തതും ബത്തൽ മീൻ വറുത്തിട്ടുണ്ട്. ഇനി അതും പിന്നെ പരിപ്പും തക്കാളിയും ചക്കക്കുരും ഒക്കെ ഇട്ടുങ്ങാണ്ട് ഒരു കറി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. തേങ്ങ അരച്ചിട്ടില്ല, മുളകും കറിയാണ്. അപ്പോൾ അതാ ഫിയ ഉണ്ട് എൻ്റെ അടുത്ത്. അവള് ചോറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ചീത്ത അറിയാനി മര്യാദയ്ക്ക് ചോറുന്നോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി ചോറ് തിന്നട്ടെ. പിന്നെ ബത്തൽ മീൻ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം പൊരിക്കണിലേറെ പീര വെക്കണതാണ് കേട്ടോ കൂടുതലിഷ്ടം. ബത്തൽ മീൻ പീര വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.